ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, പട്ടേന്നും പറഞ്ഞ് നമുക്ക് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് സദ്യ പാലട മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെറും 20 മിനിറ്റ് കൊണ്ട് ഈ ഒരു പായസം പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പത്തെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽമയുടെ പാലാണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിൽ ഓണത്തിനൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ പായസം ഉണ്ടാക്കണമെങ്കിൽ കുറേ സമയം വരും അല്ലേ. അപ്പം ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലട മിക്സ് വാങ്ങിക്കുകയാണെങ്കിൽ ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഓണത്തിന് അതൊരു വെറൈറ്റി ആയിരിക്കും. പെട്ടെന്ന് ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം കുക്ക് ചെയ്യാനൊക്കെ താല്പര്യമില്ലാത്തവരായിരിക്കും, ഹോസ്റ്റലേഴ്സൊക്കെ ആണെങ്കിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് പടയെന്നും പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എനിക്ക് ഇത്തിരി കൂടി കുറുകിയ പായസമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുകിയതിന് ശേഷമാണ് അട ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസ് പരുവത്തിലൊക്കെയാണ് പായസം ഇഷ്ടമെങ്കിൽ പാലൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും അട അതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ പാല് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ അടയുടെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ശർക്കര, പഞ്ചസാര അങ്ങനെയുള്ള എന്തൊക്കെയോ ഐറ്റംസ് അടയിൽ മിക്സ് ചെയ്താണ്ടോ ഇവരിതിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും ടേസ്റ്റ് വൈസ് ഗുഡ് തന്നെയായിരുന്നു. ഞാൻ ഈ അട ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് നോക്കിയപ്പോൾ ഒരു മധുരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി അടുപ്പത്തുനിന്ന് കയ്യിലെടുക്കാതെ ഒരു 10 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി പോകും, പക്ഷേ അട വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ അതേ നല്ലപോലെ അട വെന്ത് കിട്ടും. അപ്പം നമ്മുടെ പാലട നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ് കേട്ടോ ഇത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ 1 സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് മധുരം മുന്തി നിൽക്കണേന് ഇഷ്ടം. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ഈ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. ചിലവർക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. എനിക്കിഷ്ടമായതുകൊണ്ട് 1 സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഇൻസ്റ്റൻറ്റ് സദ്യ പാലട പായസം ഇതേ തയ്യാറായി കഴിഞ്ഞിട്ടോ. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ശരിക്കും നമുക്ക് കടകളിലും അതുപോലെ സദ്യകളുടെയൊക്കെ ഒപ്പം കിട്ടത്തില്ലേ, ആ ഒരു കളറിലാണ്ടോ പായസം കിട്ടിയത്. ശരിക്കും അടിപൊളി തന്നെയാണ്. വെറും 20 മിനിറ്റിൽ ഇങ്ങനൊരു സദ്യ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. വീട്ടമ്മമാർക്കും ഹോസ്റ്റലേഴ്സിനും എല്ലാവർക്കും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ച കശുവണ്ടിയും അതുപോലെ തന്നെ ആ നെയ്യും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് സദ്യ പാലട പായസം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നേരുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു പായസത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.